നമ്മുടെ ഡെയിലി ഷെഡ്യൂൾ പഠിത്തത്തിൽ എങ്ങനെ കൊണ്ടുവരണം, എത്ര സമയം പഠിക്കണം, എത്ര സമയം ഉറങ്ങണം, എങ്ങനെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നീറ്റ് 2022 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡെയിലി ഷെഡ്യൂൾ പഠിത്തത്തിൽ എങ്ങനെ കൊണ്ടുവരണം. കാരണം നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കനത്ത ആഗ്രഹമുണ്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ. അപ്പോൾ എത്ര സമയം പഠിക്കണം, എത്ര സമയം ഉറങ്ങണം, എങ്ങനെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് കുട്ടികളാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിൽ നമുക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ സൗകര്യം അനുസരിച്ച് കുറഞ്ഞ സമയം മാത്രം പഠിച്ചാൽ പോരാ. സൗകര്യം അനുസരിച്ചിട്ട് നമ്മൾ 10 മുതൽ 12 മണിക്കൂർ വരെ പഠിക്കണം. നിങ്ങൾ ചിലപ്പോൾ രാത്രി വളരെ വൈകി വരെ ഇരുന്ന് പഠിച്ച് രാവിലെ കുറച്ച് താമസിച്ച് എണീക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ രാത്രി വളരെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ വളരെ നേരത്തെ എണീറ്റിരുന്ന് പഠിക്കുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ ഉറക്കത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. രാത്രി ഒരു 4 മണിക്കൂർ ഉറങ്ങുന്നു, ഉച്ചയ്ക്ക് ഒരു 4 മണിക്കൂർ ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഉറങ്ങുന്നു എന്നുള്ള നിലയിൽ ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് മാത്രമാണ്. നിങ്ങളുടെ കൺവീനിയൻസ് എന്താണോ, നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത, അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള 17-18 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ ഉറക്കവും പഠനവും ഒക്കെ ചിട്ടപ്പെടുത്തേണ്ടത്. അതല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് പോലെ രാവിലെ 5 മണിക്ക് നിങ്ങൾ നിർബന്ധമായും എണീറ്റിരുന്ന് പഠിക്കണം, രാത്രി 1 മണി വരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇരുന്ന് പഠിക്കണം, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ കൺവീനിയൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം ഉറക്കമാണ്. എത്ര സമയം നമ്മൾ ഉറങ്ങണം? നമുക്കറിയാം, നമ്മളുടെ ബ്രെയിന് റെസ്റ്റ് കിട്ടുന്ന സമയമാണ് ഉറക്കം. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിലെ ന്യൂറോണുകളിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് ഒരുപാട് യൂസ്ഡപ്പ് ആയി പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി എനർജി അടുത്ത ദിവസത്തെ പഠിത്തത്തിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. സോ ഓരോ ദിവസവും മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നുള്ളത് ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങളാണ്. ചില കുട്ടികളെങ്കിലും കുറഞ്ഞ സമയം മാത്രം പഠിച്ച്, കുറഞ്ഞ സമയം മാത്രം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ പഠിച്ചാൽ വളരെ വലിയ വിജയം കിട്ടുമെന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മാറ്റിവെക്കുക. നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങുക. ആൻഡ് ആ 6 മണിക്കൂർ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. 3 മണിക്കൂറായി 2 തവണയായി ഉറങ്ങിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ ഒറ്റ തവണ ഉറങ്ങുന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ 6 മണിക്കൂർ ഉറക്കം എപ്പോൾ സെറ്റ് ചെയ്യണം? അതായത് രാത്രി 1 മണിക്ക് ശേഷം 1 മണി മുതൽ 7 മണി വരെ വെക്കണോ? രാത്രി 2 മണി മുതൽ 8 മണി വരെ വെക്കണോ? രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ വെക്കണോ? അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. പക്ഷെ 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഏകദേശം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുന്നതും വളരെ നല്ലതാണ്. പക്ഷേ അത് എക്സ്ട്രാ സമയമായി മാത്രം കണക്ക് കൂട്ടുക. അങ്ങനെ 6-7 മണിക്കൂറാണ് ഓരോ വിദ്യാർത്ഥിയും ഉറങ്ങേണ്ടത്. അതാണ് ഉറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, എത്ര സമയം നിങ്ങൾ ചെലവഴിക്കണം? ഈ 6-7 മണിക്കൂറോ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 17 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂറിൽ നിന്ന് ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ നിർബന്ധമായും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് മാറ്റി വെക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാറ്റി വെക്കേണ്ടതുണ്ട്. നിങ്ങൾ പലരും റിപ്പീറ്റേഴ്സ് ആയിരിക്കും, നിങ്ങൾ ചില സൂപ്പർ റിപ്പീറ്റേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ ഓൾറെഡി തിയറികളെല്ലാം പഠിച്ചതാണ് എന്നെല്ലാം നിങ്ങൾക്ക് തോന്നിയിരിക്കും. പക്ഷേ എത്രയൊക്കെ ആയാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി റിവൈസ് ചെയ്തുകൊണ്ട്, പരമാവധി NCERT ബുക്കുകൾ വായിച്ചുകൊണ്ട്, പരമാവധി MCQകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 12 മണിക്കൂർ വരെ പഠിക്കുകയും നമ്മുടെ അവസാനത്തെ റിവിഷൻ ടൈമിലേക്ക് 13-14 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി പഠിക്കുന്ന, ഡെയിലി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തണം. അതിനുശേഷമുള്ള സമയത്താണ് നമ്മളുടെ ബാക്കി ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ കുളിക്കൽ, ഡ്രസ്സ് വാഷ് ചെയ്യൽ, ഭക്ഷണം കഴിക്കൽ മുതലായ ഡെയിലി ആക്ടിവിറ്റീസും കുറച്ചൊരു സമയം ലിഷർ ടൈമും നിങ്ങൾ കണ്ടുപിടിക്കണം. ലിഷർ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചില ആളുകൾ രാവിലെ ഇറങ്ങി ഒരു റൗണ്ട് നടക്കാൻ പോകുന്ന ആളുകളുണ്ടാവും, ചില വ്യായാമങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, സിനിമ കാണുന്ന, പാട്ട് കേൾക്കുന്ന, മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആ സമയങ്ങളെല്ലാം ഇതിന് പുറമേക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരു സമയക്രമം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് രാത്രി 10 മണിക്കാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ചിട്ടയിലുള്ള വ്യത്യാസം നിങ്ങളുടെ പഠനത്തെ മോശമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലാണ് നിങ്ങളുടെ ഡെയിലി ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മുടെ ഡോപ്പയുടെ മെൻറ്റേഴ്സ്, ഡോപ്പയിലെ ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെൻറ്ററുമായിട്ട് സംസാരിക്കുക. എന്തെല്ലാമാണ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്
എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻറ്റേഴ്സിനോട് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഷെഡ്യൂൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ മെൻറ്റർ സഹായിക്കുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് പഠിക്കുക. അവസാനത്തെ 6 മാസമാണ്. ഇപ്പോൾ ഇൻറ്റൻസീവായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും NEET 2022 സ്വന്തമാക്കാൻ കഴിയുക തന്നെ ചെയ്യും.